2 ദിവസങ്ങൾക്കകം നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം എന്ന നിലയിൽ ഈ സർക്കാരിൻ്റെ ഒരുപാട് അഴിമതികളും ദുർചെയ്തികളും ഈ സമൂഹത്തെ തകർത്തതും അല്ലെങ്കിൽ പ്രശ്നങ്ങളുമൊക്കെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് എവിഡൻസുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പലതും നിങ്ങളെല്ലാം ക്യാരി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കേരളത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമുക്കൊരു ഞെട്ടലോടുകൂടി മാത്രമേ അത് ശ്രവിക്കാൻ കഴിയൂ. കേരളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നേരിട്ട ഏറ്റവും വലിയ ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും ഒറ്റ വാക്കി പറയും, പ്രളയം വന്നു, കോവിഡ് വന്നു, നിപ്പ വന്നു, അതിനെല്ലാം നമ്മൾ അതിജീവിച്ചു എന്ന് പറയുന്ന സർക്കാർ. എന്നാൽ പലതും നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാറില്ല. പെരിഫറലായി പലതും നമ്മുടെ സമൂഹത്തിൽ സംശയങ്ങളായി ചർച്ചകളായി ഒക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ കേരളം കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന സർക്കാരിൽ അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള ലീസ്റ്റ് കമ്മിറ്റ്മെന്റ് ഓരോ ഇഷ്യൂ. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഞാൻ എക്സ്പോസിംഗ് പിണറായി A to Z എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ ചെയ്തിരുന്നു. അതിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ സർഫസ് ചെയ്തു കൊണ്ടുവരും. നമുക്കൊരു പ്രശ്നം പലപ്പോഴും നമ്മുടെ ഇടയിൽ, നമ്മളിപ്പോ അധികാരത്തിലിരിക്കുന്നവർക്ക് എന്തിനേയും മറയ്ക്കാനും മൂടാനും ഒക്കെ കഴിയും, എന്തിനേയും മാനേജ് ചെയ്യാൻ കഴിയും, എന്തിനേയും അട്ടിമറിക്കാൻ കഴിയും. അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം അവരെ കൊണ്ട് സാധിക്കും. ഇന്നു വരെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുള്ള, വിജയന്റെ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള, കുടുംബം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ പാർട്ടിയെ അടക്കം RSSന് മുമ്പിൽ സറണ്ടർ ചെയ്ത് പിണറായി വിജയൻ മാനേജ് ചെയ്തിരിക്കുകയാണ്. ആ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് PMC അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന കാര്യം, ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കളോ പ്രതിപക്ഷമോ ഒക്കെ പറയുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്ക് അത് അവിശ്വാസമായി തോന്നുന്നത്. നമുക്കറിയാം, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ പ്രകൃതി ദുരന്തമായിരുന്നു പ്രളയം എന്ന് പറയുന്നത്. ആ പ്രളയത്തെ സംബന്ധിച്ച് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ദൈവം നമ്മളെ ശിക്ഷിച്ചതാണ്, നമുക്ക് ഏറ്റ അടിയാണ് എന്ന നിലയിലാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളതും നമ്മളതിനെ ഉൾക്കൊണ്ടിട്ടുള്ളതും. എന്നാൽ ഈ പ്രളയം അതിൻ്റെ ഇടയിൽ 1-2 വട്ടം ഒക്കെ ചില കാര്യങ്ങളൊക്കെ വന്നു പോയെങ്കിലും ആരും അതിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിച്ചില്ല. കോടതികൾ പോലും അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ തയ്യാറായില്ല. പക്ഷേ നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് അവിടെ ഇവിടെയും പറഞ്ഞത്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ശരിയാണ്, നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എല്ലാ ഡാമുകളും ഒന്നിച്ച് തുറന്നു വിട്ടൊരു പ്രശ്നമുണ്ടായി, അതുകൊണ്ടാണ് പ്രളയം ഇത്രയും ഉണ്ടായത് എന്ന് പറഞ്ഞു. കേരളത്തിന്റെ ഒരു പൊതു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റ് സംവിധാനം അവരെന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻസി കാണിച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു കൈപ്പിഴ വന്നാൽ അത് ഫൊർഗീവ് ചെയ്യാവുന്നതാണ്, അത് പറ്റിപ്പോയതല്ലേ എന്നതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മാനസികാവസ്ഥയും ഈവൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോടതികളുടെ മാനസികാവസ്ഥയും. അവിടെ നമ്മളെല്ലാം മൂടുകയാണ്, അവിടെ എല്ലാം അവസാനിക്കുകയാണ്. പ്രളയം വന്നതിൽ, പ്രളയം മാനേജ് ചെയ്തതിലോ ഡാം മാനേജ്മെന്റ് നടത്തിയതിലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ആരെങ്കിലും പറയും, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാ പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ കേരളത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പിണറായി സർക്കാരിന്റെ അധികാരത്തിലിരുന്നവരുടെയും കോടികളോടുള്ള മോഹവും അതിമോഹവും ആണ് നമ്മൾ ഈ നിലയിൽ തകർത്ത് തരിപ്പണമാക്കിയത്, കേരളത്തെ തകർത്ത്. ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി ആധികാരികമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി സർക്കാരിന്റെ അഴിമതിയാണ്, കൊള്ളയാണ് കേരളത്തിലെ പ്രളയം ഈ ഗതിയിലാക്കിയത്. ഇനി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ മുഖവിലക്കെടുക്കണമെന്നില്ല. ഞാൻ ഇന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോ നിലവില് കേരളത്തിലെ ക്യാബിനറ്റിലെ മന്ത്രിയായിരിക്കുന്ന
ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ ഒരു പഴയകാല അദ്ദേഹത്തിന്റെ ഒരു കോൺവെർസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംഗതിക്ക് വേറെ ഇല്ലേ, അത് പറയാം. ഞാനത് അതൊന്നും പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാനൊന്നും ഞാൻ വേണ്ട. എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവനെന്താ തുറക്കാതിരുന്നു? 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടത് തുറക്കേണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്, ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മയേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവര് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവൾ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര രൂപ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി ഇങ്ങനെ കിട്ടും. 5 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്ന ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അഴിമതി നടന്നത് അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും ചാവേണ്ട. അവിടെ മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളിൽ. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിലും കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കുന്നതില്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുക. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോൾ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോൾ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴഞ്ഞു ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റാതായി. അപ്പോ അവൻ എത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടേ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കണ്ണി MP. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി രൂപയാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളമായിട്ട് ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറി. എനിക്ക് ആ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർബണേറ്ററിൽ നിന്ന് കാശാക്കി കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടുക പറമ്പിക്കുളം തൂണക്കടവ് ശോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മൾ ഒരു കൊല്ലം. ഇക്കൊല്ലം നമ്മളാണ് ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവർ കൂട്ടുന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി 800 കൊണ്ടുപോയത്. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ചിട്ട് അവിടെ 20 മെഗാവാട്ടേ ഉത്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കാൻ ആ കരാറുകാരനാണ് വന്നത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിക്കൽ കുതിരിക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പും അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലെ പുണ്യവാണൻ കാശുമേ ഞാൻ വലിയ ആദർശവാനാണ് പറയുന്നല്ലോ. ഇത് എത്ര കോടി ഉറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിങ്ങളുടെ കമ്മിറ്റി വന്നാൽ പറയാൻ പറ. അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞോളൂ. കമ്മിറ്റി ഇപ്പൊ നാളോട്ടെ പറഞ്ഞാലേ വിളിക്കുള്ളൂ. ഇപ്പൊ ഇത് ഇപ്പോഴത്തെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയും പഴയ ജലസേചന വകുപ്പ് മന്ത്രിയുടെയും വോയിസാണ് നിങ്ങൾ കേട്ടത്. അതായത് ഇത് 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. കാരണം
ഡാം മാനേജ്മെന്റ് പ്രളയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ഞാൻ വാദിക്കാനുണ്ടായിരുന്നുകൊണ്ട് ഞാനിത് ആഴത്തിൽ പഠിച്ചൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നു, ഇദ്ദേഹം പറയുന്ന ഈ കാര്യം 100% സത്യമായ കാര്യമാണ്. പൊതുവെ ഡാം മാനേജ്മെന്റിനെ സംബന്ധിച്ച് റൂൾ കർവ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതായത് ഇതുപോലത്തെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയില്ല. ആരെപ്പോൾ വെള്ളം തുറക്കണം, എപ്പോൾ വിടണം എന്നൊന്നും അറിയില്ല. പക്ഷേ കൺവെൻഷണൽ നോംസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഏത് ഡാമിന്റെയും ഒരു ഇത്ര പരിധിയിൽ വെള്ളം വന്നാൽ തുറന്നു വിടണമെന്നുള്ളതാണ്. നമുക്കറിയാം, കരിമണലുമായി ബന്ധപ്പെട്ട താല്പര്യം ഇതിനു മുമ്പ് ഞാനൊരു ഡോക്യുമെന്റ് റിലീസ് ചെയ്തിരുന്നു. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇറക്കിയ ഉത്തരവിൽ അവര് എഴുതി വെച്ചപ്പോ വന്ന അബദ്ധം, അവരുടെ ആ ഒരു വെപ്രാളം കൊണ്ട് എഴുതി വെച്ചതാണ്, നിങ്ങൾ ഈ വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ മുഴുവൻ താല്പര്യം ഇരുന്നത് ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുറത്തിരിക്കുന്ന മണ്ണിലാണ്. ഇപ്പോ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഴയ ജലസേചന വകുപ്പ് മന്ത്രി പറയുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞ അതേ കാര്യം പ്രവൃത്തിയിൽ ചെയ്തത് അതിന് കോടികൾ ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പെരിങ്ങൽകുത്തിലേക്ക്, അതായത് പ്രളയം വന്ന് നമ്മുടെ നാട് തകർന്നു. ചെങ്ങന്നൂരിലേക്ക് ചെളി അടിച്ചു കയറി അന്ന് ഇടതുപക്ഷ MLA ആയിരുന്ന സജി ചെറിയാൻ അടക്കം കരഞ്ഞു വിളിച്ച് ഇത് അടയ്ക്കാൻ പറഞ്ഞു. ഡാമിലെ സാധാരണ ഏറ്റവും അടിയിലെ സൂയസ് തുറക്കാൻ പാടില്ല. ആസ് എ കൺവെൻഷണൽ നോംസ് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് പക്ഷേ ഇവര് ഈ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കോടികളുടെ അഴിമതിയുടെ പേരിൽ ആ സമയത്ത് ആ ഡാം തുറക്കാതെ വെച്ചുകൊണ്ടിരുന്ന അവസാനം സൂയസ് പൊക്കിയപ്പോഴാണ് അടിയിൽ നിന്ന് ചെളി മുഴുവൻ കൂടി വന്ന് ആ ചെങ്ങന്നൂർ നശിച്ച് നാരായണക്കൽ പിടിച്ചത്. ആലയാറിൽ തമിഴ്നാട്ടിലുള്ള കോൺട്രാക്ടർക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടേണ്ടിയിരുന്ന വെള്ളം കേരളത്തിലെ ജനങ്ങളുടെ ഒരു സുരക്ഷയോ താല്പര്യമോ നോക്കാതെ കോടികളുടെ താല്പര്യത്തിന്റെ പേരിൽ പിടിച്ചുവെച്ച് ഒടുവിൽ ആലയാറിൽ നിന്നും വെള്ളം ബൾക്കായി റിലീസ് ചെയ്തപ്പോഴാണ് ചാലക്കുടി തകർന്ന് തരിപ്പണമാക്കിയത്. ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, കേരളം തകർന്നതല്ല, ഇവർ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ഇവരുടെ അഴിമതിക്ക് വേണ്ടി, ഇവരുടെ ആക്രാന്തത്തിന് വേണ്ടി, ഇവരെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് അഴിമതി കാലമായി. ഈ കാര്യം നിഷേധിക്കാൻ ഇവർക്ക് കഴിയില്ല. ഇത്രയും ആധികാരികമായി ഇദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹം പഴയ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെ വരുമെന്ന്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്, 100% ശരിയാണ്. പ്രളയം നമുക്ക് വരുത്തി വെച്ച കെടുതിൽ പ്രളയമുണ്ടായി വെള്ളം വന്നു ശരിയാണ്. പക്ഷേ ഇത്രയേറെ കേരളത്തെ തകർത്തത് ഇവരുടെ ആക്രാന്തവും അഴിമതിയുമാണ്. ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ കാര്യം ഇനി അതല്ല മറിച്ചാണെങ്കിൽ ഇവർ തെളിയിക്കണം. ഇപ്പോ ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല. അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരു മേഖലയിലല്ല, ഒരുപാട് മേഖലയിൽ. ഇന്ന് CPM എന്ന പാർട്ടിയുടെയും CPMന്റെ നേതാക്കന്മാരുടെയും LDF നേതാക്കന്മാരുടെയും കയ്യിൽ നിങ്ങൾ ആരും ചിന്തിക്കുന്നതിനപ്പുറമുള്ള കോടാനുകോടിയുടെ സ്വത്തുക്കളുണ്ട്. ആരെങ്കിലും ഇത് പറഞ്ഞാൽ, ആരെങ്കിലും ഇത് ചോദ്യം ചെയ്താൽ പിന്നെ അവന്റെ പിന്നാലെയാണ്. എന്റെ പിന്നാലെ ഇനി വരാൻ ഇനോവ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്റെ പിന്നാലെ വന്നു. ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടിയെന്നുള്ളതാണ്. അന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്, ഞാൻ പിന്നോട്ട് പോകില്ല. എന്ത് സമ്മർദ്ദം വന്നാലും, എത്രമേൽ വേട്ടയാടിയാലും, എന്നെ ആരോപണത്തിന്റെയും അന്വേഷണത്തിന്റെയും ശരശയ്യയിൽ കടത്തിയാലും ഞാൻ ഈ പോരാട്ടത്തിൽ പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. പക്ഷെ മുകളിൽ തമ്പുരാൻ ദൈവം വലിയവനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള തുമ്പുകൾ, ഇതുപോലുള്ള തെളിവുകൾ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബാക്കി വെക്കും. എന്റെ കൂടെയുള്ളത് പ്രഭാത് എന്ന് പറയുന്ന ജനതാദളിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾ പത്രക്കാർക്ക് കൃഷ്ണൻകുട്ടിയുടെ സ്വരം പരിചയമുണ്ടാകില്ല. ഈ വോയിസ് ക്ലിപ്പ് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ അറിയാവുന്ന, അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ള ആർക്ക് കേട്ടാലും അത് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്ന് മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയും ചോദിച്ചാൽ ഇത് കൃഷ്ണൻകുട്ടിയുടെ സംസാരമാണ്. ആ പാർട്ടിയിൽ നിന്ന് ദീർഘകാലം ഒന്നിച്ചു നിന്ന ഒരാൾക്ക് കൃഷ്ണൻകുട്ടിയുടെ വോയിസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത് വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ കൂടെ നിർത്തിയെന്ന് മാത്രം. ബാക്കി ഞാൻ തൽക്കാലം ഒന്നും ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിന്റെ പ്രതികരണം LDFന്റെ പിണറായി വിജയന്റെ കാരണം പ്രളയം കൊണ്ട് തകർന്ന നാടാണ് കേരളം.
ആ തകർത്തതിലൊരു ഉത്തരവാദിത്വം ഈ സർക്കാരിനും ഈ സർക്കാരിന്റെ അഴിമതിക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി അവരുടെ മറുപടി വന്നതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ആരോടാണ് ഈ സംസാരിക്കുന്നത്? കാരണം കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ശബ്ദമാണെന്ന് അതിനകത്ത് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് ഏത് സാഹചര്യത്തിൽ ഏത് ഘട്ടത്തിൽ ആരോടാണ് ഈ പറയുന്നത്? ഒരു ഭാഗത്തെ വൺ വേ ഓഡിയോ മാത്രം നമുക്ക് അല്ല, കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളോട് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. എന്നാണെന്ന് അറിയാൻ സാധിക്കും. എന്നാണ് ആ ഒരു ഡീറ്റെയിൽ കൊണ്ടുപോകാൻ ആ ഡീറ്റെയിൽ ബാക്കി അവർ പറയട്ടെ. കാരണം ഒരു ആരോപണമായിട്ട് നമ്മൾ ഞാനിത് അത് പറയാൻ സമയമാവുന്നു. അതായത് ഇതിനുള്ള മറുപടി ഏത് നിലയ്ക്കാണ് വരുന്നത് നോക്കട്ടെ. Then I will respond. മാത്യു തോമസ് അദ്ദേഹമാണല്ലോ ഒന്ന് മന്ത്രി. അത് അതിന്റെ ഒരു കോക്കസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് സേവ് ചെയ്യാൻ വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഉത്തരവിറക്കിയത് പിണറായി വിജയൻ. വെള്ളം റിലീസ് ചെയ്യരുതെന്ന് പറഞ്ഞത് മാത്യു തോമസ്. ഇത് ചെറിയതല്ല. ഇത് 1-2 കോടിയുടെ 5-10 കോടിയുടെ ഏർപ്പാടല്ല. ഹൺഡ്രഡ്സ് ഓഫ് ക്രോഡ്സിന്റെ ഇടപാടാണ്. അല്ല, ഞാനിപ്പോ വേറെ ഒരു പേരുകളും ഞാൻ പറഞ്ഞില്ലേ, തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും വെള്ളം വിട്ടാൽ അവിടുത്തെ കരിമണൽ ഒഴുകിപ്പോകും. ആ കരിമണൽ ഒഴുകിപ്പോകുന്ന അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലരുണ്ട്. അവർക്ക് വേണ്ടി ഈ കണ്ടില്ലേ നിങ്ങൾ മാസപ്പടി ഡയറി കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇത്ര കോടി കൊടുക്കാൻ കഴിയുന്നത്? കൊടുത്തതാണ്. ഇത് സത്യമാണ്. കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും കോടികൾക്ക് വേണ്ടി തൂക്കി വിറ്റ ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാനൊരു വോട്ടിന് വേണ്ടി ഞാൻ കള്ളം പറയാൻ വന്നതല്ല. ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ ഇനിയും ഞാൻ കേരളത്തിന്റെ മുമ്പിൽ ഈ പൊതുസമൂഹത്തിലുണ്ടാകും. നാളെ എനിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പറഞ്ഞ കാര്യങ്ങൾ നാളിതുവരെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ളതും പൂർണ്ണ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പോരാട്ടം ഞാൻ വീണ്ടും തുടരും. നന്ദി. അതൊക്കെ അവര് പറയട്ടെ. ബാക്കി നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിലീസ് ചെയ്യും. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ദിസ് ഇനഫ്. പ്രഭാത് പുള്ളി നാഷണൽ ജനതാദളിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. ഇത് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ വോയിസ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് വൗച്ച് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥി ജനത മുതൽ ഒന്നിച്ച് പ്രവർത്തിച്ച ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഓൺ ചെയ്യാനും വൗച്ച് ചെയ്യാനും ഇത് 100% കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ സംസാരിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ ഞാൻ കൂടെ എത്തിയെന്ന് മാത്രം. ബാക്കി കാര്യങ്ങൾ പിന്നാലെ. ഇത് മാത്യു തോമസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പ്രളയത്തിന് ശേഷം.